ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവർക്ക് ശേഷം ഫുട്ബോൾ ലോകത്തെ മൂന്നാമനായിക്കൊണ്ട് പരിഗണിക്കപ്പെട്ട താരമായിരുന്നു നെയ്മർ ജൂനിയർ. വലിയ ഭാവി അദ്ദേഹത്തിന് കൽപ്പിക്കപ്പെട്ടിരുന്നു. കാരണം അത്രയധികം ടാലൻ്റ് ഉള്ള ഒരു താരമാണ് നെയ്മർ ജൂനിയർ. ഒരുപാട് ബാലൻഡിയോർ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നേടാൻ കഴിയുമെന്ന് പലരും വിശ്വസിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെയല്ല അദ്ദേഹത്തിൻ്റെ കരിയർ പോയത്. പരിക്കുകൾ കാരണം നെയ്മറുടെ കരിയർ ഇല്ലാതായി. ഒരു ബാലൻഡിയോർ പുരസ്കാരം പോലും നെയ്മർക്ക് കരിയറിൽ ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അത് നേടിയെടുക്കുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതേക്കുറിച്ച് ജെറാർഡ് പീക്കെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോഴും പ്രൈം നെയ്മർ അഥവാ അദ്ദേഹത്തിൻ്റെ പീക്കിലുള്ള ആ ഒരു സമയമായിരുന്നുവെങ്കിൽ നെയ്മർ ഒരുപാട് ബാലൻഡിയോർ പുരസ്കാരങ്ങൾ നേടുമായിരുന്നു എന്നാണ് പീക്കെ പറഞ്ഞിട്ടുള്ളത്. അത്രയധികം ടാലന്റ് നെയ്മർക്കുണ്ട് എന്ന് പീക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു ഘട്ടത്തിൽ നെയ്മർ ജൂനിയർ ലോകത്തിലെ ഏറ്റവും മികച്ച താരമായി മാറുമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. നെയ്മർ ഇപ്പോഴും തൻ്റെ പ്രൈമിൽ ആയിരുന്നുവെങ്കിൽ എപ്പോഴേ അദ്ദേഹം ബാലൻഡിയോർ പുരസ്കാരം നേടുമായിരുന്നു. വളരെ അമേസിംഗ് ആയ നാച്ചുറൽ ടാലന്റ് നെയ്മർക്കുണ്ട്. ടീമിനെ തൻ്റെ ഷോൾഡറിൽ ഒറ്റക്ക് ഏറ്റാനുള്ള ഒരു കഴിവ് നെയ്മർക്കുണ്ട്. PSG-ക്കെതിരെ ബാഴ്സ 6-1 വിജയിച്ച മത്സരത്തിൽ അദ്ദേഹമാണ് ടീമിനെ മുന്നോട്ട് നയിച്ചത്. ഗോളുകൾ നേടിക്കൊണ്ട് ഒരു ലീഡറായി അന്നത്തെ മത്സരത്തിൽ മാറിയത് നെയ്മർ ആയിരുന്നു. നെയ്മറുടെ പീക്കിൽ അദ്ദേഹം അമേസിംഗ് ആയിരുന്നു. ഇതാണ് പീക്കെ പറഞ്ഞിട്ടുള്ളത്. FC ബാഴ്സലോണയിൽ കളിച്ചിരുന്ന കാലത്ത് നെയ്മർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു സമയമായിരുന്നു. പിന്നീട് PSG-യിലും മികച്ച പ്രകടനം നടത്തി. പക്ഷെ പരിക്കുകൾ അദ്ദേഹത്തിന് വില്ലനായി എന്നുള്ളതാണ്. ഇപ്പോഴും നെയ്മർ ജൂനിയർ കളിക്കളത്തിൽ തുടരുന്നുണ്ട്. എന്നാൽ അടിക്കടി അദ്ദേഹത്തിന് പരിക്കേൽക്കുകയാണ്. അത് തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.